എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ ജീവനേ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ എൻ്റെ യേശുവേ. ജീവനെ എൻ്റെ സ്വന്തമേ അങ്ങയുടെ മാറിൽ ചാരുന്നു ഞാൻ. വാസ്തവത്തിൽ ഈ പാട്ട് എപ്പോൾ ഞാൻ പാടിയാലും, ഇതെവിടെ പാടിയാലും ശരിക്കും ഇത് യേശുവിനോടുള്ള ഒരു പ്രേമഗീതമാണ്. ഹൃദയം തുറന്ന് കർത്താവിനെ, ആ സ്നേഹത്തെ വിളംബരം ചെയ്യുന്ന അനുഗ്രഹീതമായൊരു ഗാനമാണ് പാസ്റ്റർ രാജേഷ് ഏലപ്പാറ ഈണം നൽകി എഴുതിയിരിക്കുന്നത്. എപ്പോഴൊക്കെ ഈ പാട്ട് ഞാൻ പാടുന്നുവോ ആരാധനയിൽ അതിശക്തമേറിയ ആത്മസാന്നിധ്യം വ്യക്തിപരമായി ഞാൻ അനുഭവിക്കാറുണ്ട്. സത്യമാണ്, യാഥാർത്ഥ്യമാണിത്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ എൻ്റെ യേശുവേ. വാസ്തവത്തിൽ അത് എത്ര ശരിയാണ്. സ്നേഹത്തിൽ തുലനം ചെയ്യാൻ യേശുവിൻ്റെ സ്നേഹം പോലെ മറ്റൊരു സ്നേഹമുണ്ടോ? കരുതലിൽ തുലനം ചെയ്യാൻ യേശുവിൻ്റെ സ്നേഹം, കരുതൽ പോലെ മറ്റൊരു കരുതലുണ്ടോ? ഒന്നും വെച്ച് കർത്താവിൻ്റെ സ്നേഹത്തെയോ കരുതലിനെയോ സംരക്ഷണത്തെയോ മാന്യതയോ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. യേശുവിനെ വെച്ച് ലോകത്തിലൊന്നും എനിക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം വിടുതലിൻ്റെ ദൈവമാണ്.
സർവോപരിയായിട്ട് അവൻ എന്നെ ആഴമായി സ്നേഹിച്ച ദൈവമാണ്. നമ്മളിപ്പോൾ ഈ പാടിയ പാട്ടിൻ്റെ വരികളിൽ ഞാൻ അനുഭവിച്ച് ലയിച്ച് പാടിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈ മനുഷ്യൻ്റെ സ്നേഹങ്ങൾ പലതും ലൈക്കാണ്, ലവ് അല്ല. ലവും ഉണ്ട്, ലൈക്കും ഉണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലും ഒരുപക്ഷെ യൂട്യൂബിലുമൊക്കെ ആയിരിക്കാം ഈ പ്രോഗ്രാം കാണുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊരു ലൈക്ക് കൊടുക്കാം. പക്ഷേ ലൈക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇഷ്ടപ്പെട്ടതിന് മാത്രമേ ലൈക്കുള്ളൂ, ഇല്ലാത്തതിന് ലൈക്കില്ല. പക്ഷെ ലവിൻ്റെ പ്രത്യേകത ഇഷ്ടമല്ല, ഇഷ്ടം എന്നുള്ളതല്ല. വാസ്തവമായിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കേട്ട ഒരു കാര്യമാണ്, ഇതെൻ്റെ വാക്കുകളല്ല. കർത്താവിന് ശരിക്കും നമ്മളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ആണ്. ദൈവത്തിന് നമ്മളിൽ ഇഷ്ടപ്പെടാൻ എന്താണ് നമ്മളിലുള്ളത്? ദൈവത്തെ ഇഷ്ടപ്പെടുത്താൻ, ദൈവത്തിന് ഇഷ്ടം തോന്നത്തക്ക നിലകളിൽ നമുക്ക് എന്ത് ചെയ്ത് കർത്താവിനെ ഇഷ്ടപ്പെടുത്താൻ പറ്റും? ദൈവത്തെ എന്ത് കാണിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാണ്. ഈ ഭൂമിയിൽ അവൻ്റെ എന്തെങ്കിലും സൃഷ്ടികൾ എടുത്ത് അവൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തിട്ട് ദൈവത്തെ ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരാൾക്കൊരു ഫ്ലവർ കൊണ്ട് കൊടുത്ത് അവരെ പുഞ്ചിരിപ്പിക്കാൻ കഴിയും. ദൈവത്തിന് ഒരു പൂ കൊണ്ട് കൊടുത്ത് അവനെ പുഞ്ചിരിപ്പിക്കാൻ കഴിയും. കാരണം ആ പൂവും അവൻ്റെ സൃഷ്ടിയാണ്. ഈ ഭൂമിയിൽ കാണുന്ന സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെ ക്രിയേഷനാണ്. ദൈവത്തെ എന്ത് കൊടുത്ത് ഇഷ്ടപ്പെടുത്താൻ കഴിയും? കാരണം എല്ലാം അവൻ്റേതാണ്. എന്നാൽ കർത്താവിന് നമ്മളെ നമ്മുടെ പ്രവൃത്തികളാൽ വലിയ ഇഷ്ടമൊന്നും അല്ലെങ്കിൽ പോലും ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹമാണ് ക്രൂശിൽ കണ്ട സ്നേഹം. ഇഷ്ടങ്ങൾ മാറും. ചിലർ പറയത്തില്ലേ, നേരത്തെ എനിക്ക് ചോറും കറി ഇഷ്ടമായിരുന്നു, ഇപ്പം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. അപ്പൊ ഇഷ്ടങ്ങൾക്ക് എപ്പോഴും മാറ്റം വരും. നേരത്തെ മറ്റേ പുള്ളിയുടെ പ്രസംഗമായിരുന്നു എനിക്കിഷ്ടം, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് ഞാൻ കേൾക്കുന്നത്. നേരത്തെ ആ പാട്ടായിരുന്നു എനിക്കിഷ്ടം, ഇപ്പം എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം. ഇഷ്ടങ്ങൾ മാറും, പക്ഷെ സ്നേഹം ഒരിക്കലും മാറത്തില്ല. ലവ് നെവർ ചേഞ്ച്, നെവർ ചേഞ്ച്. ഈ സ്നേഹം ഒരിക്കലും മാറുന്നതല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനോടുള്ള സ്നേഹം അത് നിത്യത വരെയും തുടരുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധം മരണം കൊണ്ട് ഈ ഭൂമിയിൽ അവസാനിക്കും. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം മരണം കൊണ്ട് അവസാനിക്കും. ഈ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്തിനപ്പുറവും തുടരുന്ന നിത്യമായ ഒരു എറ്റേണൽ ലവ്, ഒരു എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ്, അവനോടുള്ള പ്രണയമാണ്. ഈ ഭൂമിയിലെ മനുഷ്യർ തരുന്ന വാഗ്ദാനങ്ങളും വാക്കുകളുമൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ മാറ്റി പറയും, സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ മാറും, അവരുടെ മൂഡ് ചേഞ്ച് അനുസരിച്ച് അവർ മാറ്റിപ്പിടിക്കും. പക്ഷേ ദൈവം ഒരിക്കലും മാറത്തില്ല, ദൈവം ഒരിക്കലും കൈവിടത്തില്ല. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടല്ല, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളുടെ പദവി കണ്ടുകൊണ്ടല്ല. യേശു സ്നേഹിക്കുന്നത് നിങ്ങളുടെ പൊസിഷനെ അല്ല, യേശു സ്നേഹിക്കുന്നത് നിങ്ങളുടെ പണത്തെ അല്ല, യേശു സ്നേഹിക്കുന്നത് നിങ്ങളുടെ പദവിയല്ല. ജീസസ് ലവ്സ് യു. യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ കുറവുകളോടുകൂടെ സ്നേഹിക്കുന്നു, നിന്നെ ഉള്ളതുപോലെ സ്നേഹിക്കുന്നു. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം അചഞ്ചലമാണ്, ഈ സ്നേഹം അവർണ്ണനീയമാണ്, ഈ സ്നേഹം അപ്രമേയമാണ്. ഇതിന് തുല്യം ചൊല്ലാൻ വേറൊരു സ്നേഹം ലോകത്തിലില്ല. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ, അങ്ങേ മാർവിൽ